ബിപിൻ കുട്ടൻസ് വ്ളോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് മകം, പൂരം, ഉത്രം ഈ നക്ഷത്രക്കാരുടെ ഓണഫലത്തെക്കുറിച്ചാണ്. ഈ ഓണക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ പറ്റിയൊക്കെയാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നയാളാണ് നിങ്ങൾ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എന്നെ വിളിക്കുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടി ചെയ്യും. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് മകം നക്ഷത്രത്തെക്കുറിച്ചാണ്. മകം നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും നല്ല ഒരു അനുഭവമാണ് ഓണക്കാലത്ത് ലഭിക്കാനായിട്ട് പോകുന്നത്. എങ്കിലും ജോലിയുടെ വളരെ തിരക്കുകൾ എപ്പോഴും കൂടുതലായിരിക്കും. മകം നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ അതിൽ വലിയ കാര്യങ്ങളോ നോക്കാതെ തന്നെ ഏതൊരു ജോലിയിലേക്കും ചാടി ഇറങ്ങുന്ന ഒരു സ്വഭാവം മകം നക്ഷത്രക്കാർക്കുണ്ട്, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും. അതുപോലെ കുടുംബത്തിൻ്റെ പൂർണ്ണമായ ഭരണം കൈയടക്കി വെക്കുന്നത് മകം നക്ഷത്രക്കാരാണ്. അവരാണ് കുടുംബത്തിൻ്റെ മെയിൻ നാഥനോ നാഥയായിട്ട് നിൽക്കുന്ന ആൾ. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലും മത്സരബുദ്ധി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉള്ള ഇവർ തീർച്ചയായും ഈ അവധി സമയങ്ങൾ കൂടുതലായിട്ടും ജോലിക്ക് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുക. വീട്ടിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളല്ല. അതുകൊണ്ട് തന്നെ ധാരാളം യാത്രകളും നല്ല നല്ല അനുഭവങ്ങളും സാമ്പത്തികമായ കൂടുതൽ വരവും കാര്യങ്ങളും എല്ലാം ലഭിക്കാനുള്ള യോഗം വളരെയധികം മഹത്തിന് കൂടുതലാണ്. എങ്കിലും വിശേഷ അവസരങ്ങളിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട്. പുരുഷന്മാരാണ് ചെറിയ തോതിൽ ലഹരിയുടെ ഉപയോഗമൊക്കെ ഒന്ന് മാറ്റി നിർത്തേണ്ടതാണ്. വാഹന ഉപയോഗം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ വെള്ളം, തീ, ഇരുമ്പ്, വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, പരിചയക്കാർ തുടങ്ങിയവർ തമ്മിലുള്ള അടുപ്പത്തിൻ്റെ സമയത്ത് ചിലപ്പോൾ വാക്കുതർക്കങ്ങളോ പ്രശ്നങ്ങളോ മുമ്പ് ചെയ്ത പ്രവർത്തികളുടെ പേരിൽ തർക്കങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം വളരെ ക്ഷമാപൂർവ്വം ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അല്ലെങ്കിൽ വിശേഷ അവസരങ്ങളിൽ വലിയ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവേണ്ട അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം വർഷങ്ങളായി പിരിഞ്ഞിരുന്നവരെ ചിലപ്പോൾ നേരിട്ട് കാണേണ്ട ചില സ്ഥിതികളൊക്കെ ഉണ്ടാകുന്നു വരും. അങ്ങനെയുള്ള സമയത്ത് വളരെയധികം സൂക്ഷിച്ച് വേണം മുന്നോട്ട് നീങ്ങുവാൻ. ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് മഹങ്കാരോട് പറയാനുള്ളത്. അപ്പം ഈ ഓണം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നുള്ള ആശംസ പറയുന്നു. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പൂരം നക്ഷത്രത്തെക്കുറിച്ചാണ്. പൂരം നക്ഷത്രക്കാരെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും വളരെയധികം പൂരം നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു കാലമാണ് ഈ വരാൻ പോകുന്ന ഓണക്കാലം എന്ന് പറയുന്നത്. അതുപോലെ ഓഗസ്റ്റ് മാസം തൊട്ട് ഇനി ഡിസംബർ വരെയും വളരെ നല്ല രീതിയിലുള്ള അനുഭവങ്ങളാണ് പൂരം നക്ഷത്രക്കാർക്കുള്ളത്. പൂരം പൊടിപൂരം എന്നാണ് പറയപ്പെടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഴിവ് അവർ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പതിയെ തുടങ്ങി അതിൻ്റെ ഏറ്റവും അവസാനമാകുമ്പോഴത്തേക്കും വളരെ വലിയ നിലയിലേക്ക് പോകാനായിട്ടുള്ള കഴിവ് പൂരം നക്ഷത്രക്കാർക്കുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം പൂരം നക്ഷത്രക്കാർക്ക് ഓണാഘോഷം എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ജോലിയുടെ തിരക്ക് കൂടുതലായി കൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും ഓണം വീട്ടിൽ ഇരുന്ന് ആഘോഷിക്കുന്ന സമയത്തും ജോലി സ്ഥലങ്ങളിൽ ചിലപ്പോൾ അടച്ചു വയ്ക്കാൻ പറ്റാത്ത സ്ഥാപനങ്ങളിലാണ് അവിടെ സ്റ്റാഫ് വേണമെങ്കിൽ ഒരു നഷ്ടപ്പെട്ട ആളാണ് സ്റ്റാഫെങ്കിൽ അവിടെ തീർച്ചയായും പോയി നിൽക്കേണ്ടതായ അവസ്ഥ വരും. തിരുവോണത്തിന് ദിവസമാണെങ്കിൽ പോലും നിൽക്കേണ്ടതായ അവസ്ഥ വരും. ഈ സമയത്ത് ചിലപ്പോൾ ഭക്ഷണത്തിന് തടസ്സങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. മുൻകൂട്ടി കാര്യങ്ങൾ തയ്യാറാക്കി വെക്കുക. അല്ലെങ്കിൽ ലീവ് കിട്ടുന്നതാണെങ്കിൽ ലീവ് എടുക്കാനായിട്ട് ശ്രമിക്കുക. മുൻകൂട്ടി അതിനുള്ള തീരുമാനങ്ങൾ ചെയ്തു വെക്കുക എന്നുള്ള കാര്യം പറയാനുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും പൂരം നക്ഷത്രക്കാരുടെ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ തീർച്ചയായും ഒരു ടീമിൻ്റെ ലീഡറാക്കുകയോ അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയോ ചെയ്താണ് മറ്റുള്ളവർ നീങ്ങുന്നത്. പൂരം നക്ഷത്രക്കാരെ ജോലി ഏൽപ്പിച്ചിട്ട് മറ്റുള്ളവർ ലീവ് എടുക്കാനും ശ്രമിക്കുന്ന സമയത്ത് പൂരം നക്ഷത്രക്കാർ ഉദാസീനമായി ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ഒരു സ്ഥാപനത്തിന് മോശമായ അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പൂരം നക്ഷത്രക്കാരുടെ സഹായം അവിടെ ആവശ്യമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് പൂരം നക്ഷത്രക്കാർ കൃത്യമായി ജോലി സ്ഥലത്താണെങ്കിലും നിങ്ങളുടെ ഒരു ഫ്രീ ടൈം കിട്ടുന്നത് നിങ്ങൾ എങ്ങനെയും അത് തയ്യാറാക്കി ഓണം ആഘോഷിക്കുക എന്ന് പറയാനുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വാഹന ഉപയോഗം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിശേഷ അവസരങ്ങളിൽ ലഹരി പോലുള്ള വസ്തുക്കൾ കഴിക്കുന്നത് വളരെയധികം സൂക്ഷിക്കേണ്ട അവസ്ഥയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ അമിതമായി കഴിഞ്ഞാൽ ശാരീരികമായ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും വിശേഷ അവസരങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. വാക്കുതർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ പൂരം നക്ഷത്രക്കാർക്ക് ചെറിയതായിട്ട് ഒരു ദോഷ സമയം ചെറുതായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ തിരുവോണവും പൂരവുമായിട്ടൊന്നും അത്ര യോജിപ്പുള്ള നക്ഷത്രങ്ങളല്ല. അതുപോലെ തന്നെ തിരുവാതിരയും പൂരവുമായിട്ടൊന്നും യോജിപ്പുള്ള ദിവസങ്ങളല്ല. അങ്ങനെയുള്ള ദിവസ ഫലങ്ങൾ വരുമ്പോൾ, അതായത് അത്തം, ചിത്തിര, ചോതി എന്ന് പറയുന്ന പോലെ അത്തം, തിരുവാതിര, തിരുവോണം തുടങ്ങിയ നക്ഷത്രങ്ങളാണ് ഏറ്റവും മുൻപന്തിയിലായിട്ട് തിരുവോണ ദിവസങ്ങളിൽ നിൽക്കുന്നത്, ഓണത്തോടനുബന്ധിച്ചുള്ളത്. പിന്നെ ഉത്രാടം തുടങ്ങിയ നക്ഷത്രങ്ങൾ, ഈ നക്ഷത്രങ്ങളുമായിട്ടൊന്നും ഈ പൊരുത്തക്കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ ചിലപ്പോൾ കുത്തുവാക്കുകളോ പരിഹാസങ്ങളോ ഒക്കെ കേൾക്കേണ്ട അവസ്ഥ വരുമ്പോഴും മനസ്സിൻ്റെ ഒരു നിയന്ത്രണം അവിടെ തന്നെ വെക്കേണ്ടതുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ
മനസ്സിലാക്കുക. വിശേഷ അവസരങ്ങളാണെങ്കിലും ദിനപ്പൊരുത്തം കുറവാണ്. ദിനപ്പൊരുത്തം കുറവായതുകൊണ്ട് തന്നെ വാക്കുതർക്കങ്ങൾ ഉണ്ടാവാനും ഇൻസൾട്ട് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണെന്നുള്ള കാര്യം മനസ്സിൽ വെക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അത് ക്ഷമയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ള കാര്യമാണ് പറയാനായിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഉത്തര നക്ഷത്രക്കാരെ കുറിച്ചാണ്. ഉത്തര നക്ഷത്രക്കാരുടെ ഈ ഒരു ഓണഫലമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഉത്തര നക്ഷത്രക്കാർക്ക് വളരെ നല്ല അനുഭവങ്ങളാണ് ഓണക്കാലത്ത് വരുന്നത്. ചെറുപ്രായത്തിലെ വളരെയധികം കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളിലൂടെയും കടന്നു വന്ന ഉത്തര നക്ഷത്രക്കാർക്ക് വളരെയധികം വാശി ഉണ്ടായിരിക്കുന്നതാണ് കാര്യങ്ങളിലേക്ക്. എല്ലാ കാര്യങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കാനുള്ള വാശി അവർക്ക് വളരെ കൂടുതലാണ്. എല്ലാ കാര്യങ്ങളിലും ജയം അവരോടൊപ്പമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ വരുന്ന ദാരിദ്ര്യവും പ്രശ്നങ്ങളും എല്ലാം അതിൽ നിന്ന് കരുത്ത് ഉൾക്കൊണ്ട് പുരുഷനാണെങ്കിലും സ്ത്രീയാണേലും മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഉൾക്കൊണ്ട് എവിടെയെങ്കിലും ജോലിക്ക് നിൽക്കുകയാണെങ്കിൽ തന്നെ അത് നിർത്തിയിട്ട് സ്വന്തമായി ബിസിനസ് സ്ഥാപനം ഇടാനായിട്ടുള്ള സകല ശ്രമങ്ങളും ചെയ്യുന്ന നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം. അപ്പോൾ ഉത്രം നക്ഷത്രക്കാർ എല്ലാവരെയും ഭരിക്കുക അല്ലെങ്കിൽ അനുസരിപ്പിക്കുക എന്ന് പറയുന്നൊരു കാര്യത്തിൽ വളരെയധികം ഇഷ്ടമുള്ള ഒരു ആളുകളാണ് ഉത്തര നക്ഷത്രക്കാർ. ജീവിതത്തിന് 10, 30, 35 വയസ്സെത്തുമ്പോൾ സ്വന്തമായ സ്ഥാപനങ്ങളോ വലിയ വലിയ കടകളോ ഇടാനുള്ള സാധ്യത കൂടുതലാണ് ഇവരുടെ ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ധാരാളം ജോലിക്കാരെ അനുസരിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇവർക്ക് ആരെയും അനുസരിക്കാനുള്ള താല്പര്യം വളരെ കുറവാണ്. ഉത്തര നക്ഷത്രക്കാരുടെ പ്രധാന പ്രത്യേകതയാണ് ബിസിനസ്സിൻ്റെ ഉടമയായിരിക്കുക എന്നുള്ളത്. അപ്പോൾ മറ്റുള്ളവരെ അനുസരിപ്പിക്കുമ്പോഴാണ് ഇവിടെ ഇത്തവണ ശ്രദ്ധിക്കേണ്ടത്. ഈ ഓണം എന്തുകൊണ്ടും നല്ലതാണ്. അവർക്ക് വിശേഷ അവസരങ്ങളോ അങ്ങനെയൊന്നുമില്ല. അമിതമായി വിശേഷ ദിവസങ്ങളിലൊന്നും അത്ര ആസ്വദിക്കുന്നോ ആഹ്ലാദിക്കുന്നോ ഒരു ടൈപ്പ് ആളുകളല്ല ഉത്തര നക്ഷത്രക്കാർ. അവർക്ക് എപ്പോഴും ബിസിയാണ്, തിരക്കാണ്. വിശേഷമാണെങ്കിലും അല്ലെങ്കിലും എല്ലാം ദിവസങ്ങൾ കടന്നു പോകുന്ന അവർക്ക് ഒരേപോലെയാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്ന ജോലിക്കാർ അവർ പല മനസ്ഥിതിയുള്ളവരാണ്, പല കുടുംബത്തിൽ നിന്ന് വന്ന ആളുകളാണ്, പല സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കണം. എല്ലാ ജോലിക്കാരെയും ഒരുപോലെ കാണുന്ന സമയത്ത് ലീവ് കൊടുക്കേണ്ട സമയത്ത് ഓണത്തിൻ്റെ ലീവുകൾ കൊടുക്കുക, എക്സ്ട്രാ പണം കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ പണം കൊടുക്കുക, ബോണസ് പോലുള്ള പ്രോഗ്രാമുകൾ കൊടുക്കുകയാണെങ്കിൽ അത് കൊടുക്കുക, അവരുടെ സന്തോഷം നിലനിർത്തുക. അല്ല എങ്കിൽ ഓണസമയത്തും സന്തോഷിക്കേണ്ട സമയത്തും എന്തെങ്കിലും ലീവ് പോലുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ മനസ്സിന് വളരെയധികം ദുഃഖം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഉത്തര നക്ഷത്രക്കാരെ മോശമായി ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ജോലിക്കാർക്ക് ചിലപ്പോൾ തോന്നുകയാണ് അമിതമായിട്ട് എന്നെക്കൊണ്ട് ജോലി ചെയ്യിക്കുന്നു എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ ഒരു ഈഗോ പ്രോബ്ലം അവിടെ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ പ്രശ്നം ഉത്തരംകാർക്ക് വരും. അതുകൊണ്ട് തന്നെ ഈ ഓണ സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുക. ആരുമായും തർക്കങ്ങൾ ഉണ്ടാക്കാതെ ബിസിനസ്സിൻ്റെ ഒരു പ്രഷർ വളരെ കൂടുതലാണെങ്കിലും അതിനെ എങ്ങനെയും അല്പം ദിവസത്തേക്ക് നീക്കി വെച്ച് ഓണസമയത്ത് എല്ലാവരോടും സന്തോഷത്തോടു കൂടി ഭവനത്തിൽ എത്തണമെങ്കിൽ ഭവനത്തിൽ എത്തുക, ബന്ധുഗ്രഹങ്ങളിലെത്തണമെങ്കിൽ ബന്ധുഗ്രഹങ്ങളിലെത്തുക, വിശേഷ അവസരങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുക തുടങ്ങിയ കാര്യങ്ങളും. ഇനി ക്ഷേത്രദർശനം മറ്റ് ദേവാലയ ദർശനങ്ങളൊക്കെ അത് നടത്താൻ പറ്റുന്നവരാണ് നടത്തുക, വിശ്വാസമുള്ളവർ നടത്തുക. എല്ലാവരും പൂർണ്ണമായി ഉത്തര നഷ്ടമുള്ളവർ വിശ്വാസികളല്ല, യുക്തി ഉള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളവർ അത് നടത്തുക. അത് നിർബന്ധമുള്ള കാര്യങ്ങളല്ല. പക്ഷേ നമ്മളെ ഒരാളോടൊപ്പം ഒത്തുകൂടുമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വിളിക്കുന്ന സമയത്ത് തീർച്ചയായും ഉത്തര നക്ഷത്രക്കാരെ എനിക്ക് തിരക്കാണ് പിന്നെ വരാമെന്നേ പറയത്തുള്ളൂ. അതായത് ഉത്തര നക്ഷത്രക്കാർ പ്രധാന രീതിയാണ് ഒരു വിശേഷാവസരത്തിന് വരാമെന്ന് പറഞ്ഞാലും പിന്നെ ആ സമയത്ത് വിളിക്കുമ്പോൾ ഞാൻ പിന്നെ വരാം, എനിക്ക് തിരക്കാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഈ ഒരു ഓണക്കാലം ആ ഒരു തിരക്കിനെ എത്ര അർജൻ്റ് ആണെങ്കിലും അതിനൊരു സമയം കണ്ടുപിടിച്ച് ആളുകളോടൊപ്പം ഒന്ന് ഇടപഴകുകയാണെങ്കിൽ എല്ലാ ആളുകൾക്കും വളരെ സന്തോഷമുണ്ടാകുമെന്ന് മനസ്സിലാക്കുക. ജോലിക്കാർക്കും ഒരു ചെറിയ അവധിയും കാര്യങ്ങളൊക്കെ കൊടുത്തു വിടുകയാണെങ്കിൽ അവർക്കും സന്തോഷമുണ്ടാകും. വീണ്ടും വന്ന് നമ്മളെ കൂടുതൽ സഹായങ്ങൾ ചെയ്യാനുള്ള ഇത് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഉത്തര നക്ഷത്രക്കാർക്ക് ഓണാഘോഷത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. സ്ഥാപനത്തിൽ ഓണാഘോഷ പരിപാടികൾക്ക് അനുവാദവും കൊടുക്കുക. കർക്കശമായ നിലപാട് കുറച്ച് കാലത്തേക്ക് മാറ്റിവെക്കുക എന്നുള്ള കാര്യങ്ങൾ പറയാനുള്ളൂ. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് മകം പൂരം ഉത്തര നക്ഷത്രക്കാരുടെ ഓണഫലമായിരുന്നു. എല്ലാവർക്കും ഈ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു വരുന്നു. ഇതൊരു അറിവായിട്ട് മാത്രം ഉൾക്കൊള്ളുക. ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എന്നെ വിളിക്കുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടി ചെയ്യുക. താങ്ക് യു.